മെക്സിക്കൻ അൽഫാം ഉണ്ട്, ഹണി അൽഫാം ഉണ്ട്, നോർമൽ അൽഫാം ഉണ്ട്. ഏത് വേണം? തെറി വിളിക്കണ ചേച്ചി, അത് പെരി പെരി അൽഫാമാണ്. നിങ്ങൾ കൊണ്ടുവരുമ്പോഴേക്കും പെരി പെരി നമ്മൾ കഴിച്ചു തീർന്ന അഭിപ്രായം പറയുമ്പോ പറയും. ക്വാർട്ടർ വേണോ, ഹാഫ് വേണോ, അതോ ഫുള്ള് വേണോ? ഇത് സിൽസില ഹോട്ടൽ തന്നെ അല്ലേ? ബെവറേജസ് ഒന്നും അല്ലല്ലോ ഹാഫും ക്വാർട്ടറൊക്കെ ചോദിക്കാൻ. അത് പറ ചേച്ചി. അളവല്ലേ എഴുതിയെടുത്തോ. 36 ചെസ്റ്റ്, ഷോൾഡറിന് 32, ബാക്ക് ഒരു 24. ഹൂക്ക് വെച്ച് പിടിപ്പിച്ചോളേ. ഓക്കെ, ബ്ലൗസ് ഞാൻ തച്ചിട്ട് വൈകുന്നേരം വീട്ടിൽ കൊണ്ട് എത്തിച്ചേക്കാം. ഇത് ഹോട്ടലാണോ അതോ തയ്യൽ കടയാണോ? ഞാൻ തന്നെ മറന്നുപോയി. ചേച്ചി എത്ര കോഴി അൽഫാം വേണമെന്ന് പറ. ഒരു 4 ക്വാർട്ടർ എടുത്തോ. അതിനേക്കാളും ഫുൾ എടുക്കണല്ലേ നല്ലത്. ഫുൾ വേണ്ട. ഒരു കാര്യം ചെയ്യ്, ഒരു ഹാഫും 2 ക്വാർട്ടർ എടുത്തോ. ഫുൾ വെക്കല്ലേ. കൂടെ ഭർത്താവും 2 മക്കളും. ഒരു ഭർത്താവേ ഉള്ളൂ. അയ്യോ, കൂടെ എന്തിനു കഴിക്കാൻ വേണോന്ന്. ഉപ്പാവുണ്ടാ? അയ്യോ, കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സത്യം സത്യം സത്യം. നേരത്തെ ആരെങ്കിലും വന്ന് കള്ളം പറഞ്ഞ? താങ്കളുടെ പേരെന്താണ്? അതൊരു ചോദ്യം. നിങ്ങൾ ഇന്നലെ ഫീസ് ചോദിച്ച സമയത്ത് പറഞ്ഞു മംഗളഭാന് 10,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ തരാന്ന് പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെയാണ് ബാധിക്കുന്നത് പറഞ്ഞു. അത് ഞാൻ സംഭവിച്ചു. പിന്നെ പറഞ്ഞു മംഗളഭാന് തോക്കാണെങ്കിൽ 10,000 തരാൻ പറ്റുമോ പറഞ്ഞു. മംഗളഭാന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ? പരിചയമില്ല. ഇതിന്റെ ഭാര്യയല്ലേ? ഇതിനെ അറിയാമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇതിന്? ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ആഴ്ചയിലല്ല പ്രശ്നം, ഡെയിലി പ്രശ്നമാണ്. അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഡെയിലി പ്രശ്നം. എന്റെ ജഡേജ് നിങ്ങൾ മനസ്സിലാക്കി. അത് പിന്നെ പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു പറയുന്നതാണ് സത്യം. ഐസക് ന്യൂട്ടൺ പോസ്റ്റിന്റെ വട്ടത്തിരുന്നാണ് പഠിച്ചത്. എബ്രഹാം ലിങ്കൻ മെഴുകുതിരി വട്ടത്തിരുന്നാണ് പഠിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് വരായി. സാറേ, ഞാൻ ജനിച്ച നാൾ മുതൽ നേഴ്സറി പോണ കാലഘട്ടം മുതലേ എല്ലാരും പറഞ്ഞ ഡയലോഗാണ്. അവിടെ ഇരുന്ന് പഠിച്ച് മറ്റേതായി, ഇവിടെ നിന്ന് പഠിച്ച് മറ്റേതായി. സാറേ, ഞാൻ ചെറിയ ഒരു സംശയം ചോദിച്ചോട്ടെ. 3:30 മണിക്ക് സ്കൂൾ വിടും. ഈ രാത്രി വരെ ഇവർക്ക് എന്താണ് പരിപാടി?